കുറെ നേരമായി വന്നിട്ട്. വന്നത് എപ്പോഴെങ്കിലും ആവട്ടെ, ആവശ്യക്കാരൻ ഞാനായി പോയില്ലേ? എടോ, താനല്ലേ അന്ന് പറഞ്ഞത് താൻ ആവശ്യപ്പെട്ട ദേവിക അത് തള്ളില്ലെന്ന്. എന്നിട്ടിപ്പോ എന്തായി? എന്റെ ബില്ല് ഇപ്പോഴും പാസ്സായിട്ടില്ല. നമ്മുടെ കഷ്ടകാലം ആരോ ദേവികയെ പേടിപ്പിച്ചിട്ടുണ്ട്. നിർബന്ധിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ നിർബന്ധിച്ചു നോക്കി, അടുക്കുന്നില്ല. അവസാനം സാറിനെ പ്രതി ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളാവുന്ന അവസ്ഥ വരെ എത്തി. അതൊന്നും എനിക്കറിയണ്ട. എന്റെ ബില്ല് പാസ്സാവോ ഇല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി. കുറച്ച് കാത്തിരിക്കേണ്ടി വരും. എത്ര കാലം? ഒരാഴ്ചയോ അതോ 2 ആഴ്ചയോ? താനൊരു സമയം പറ, ഞാൻ ഇനി വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഒന്നുകൂടി കാണും. പുതിയ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. തന്നെ ഞാൻ കോൺക്രീറ്റിനോടൊപ്പം ചേർത്ത് ആ പാലത്തിൽ കൊണ്ടുപോയി വാർക്കും. ഏയ്, അതൊന്നും വേണ്ട. വാങ്ങിയ കാശ് ഞാൻ തിരിച്ചു തന്നോളാം. അപ്പോ അവൾ അടുക്കുന്നില്ലല്ലേ? ഇല്ല. അപ്പൊ അവളെ ഒതുക്കണമല്ലോ. ഇതുപോലുള്ള സത്യസന്ധതയൊന്നും ഈ നാടിന് ആവശ്യമില്ല. ഇവരെ പോലുള്ളവരെ വളരാൻ സമ്മതിച്ചാലേ എന്നെപ്പോലുള്ള കോൺട്രാക്ടർമാര് പട്ടിണിയായി പോവും. എന്ത് ചെയ്യാന്, ഒരു പ്രത്യേക സ്വഭാവമായിപ്പോയി. അവളെ ഞാൻ തളയ്ക്കും. അതിനെ താൻ എന്റെ കൂടെ നിൽക്കാവോ? നിക്കാം. ചതിക്കരുത്. എനിക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ ഞാൻ എന്തിനാ സാറ് ചതിക്കുന്നത്? ഞാൻ ഗാന്ധിയല്ല. ഗാന്ധി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലേ ഞാൻ തനിക്ക് കുറച്ച് കാശ് കൂടി തരാം. താൻ എനിക്കൊരു സഹായം ചെയ്യണം. ചെയ്യാം. ചതിയാണ്. ഇവളോടൊക്കെ ഇതേ ചെയ്യാൻ പറ്റൂ. സാർ പ്ലാൻ എന്തുവാന്ന് പറ. ശ്രദ്ധിച്ചു കേട്ടോ. എന്താ, ഓക്കെ അല്ലേ? ഓക്കെ. അവസാന കാലം മാറിക്കളയരുത്. ഒരിക്കലും ഇല്ല. ഇതുപോലൊരു പൂട്ടിട്ട് അവളെ പൂട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് നാളെ ഒരുപാടായി മാമച്ച സാറേ. സാർ ധൈര്യമായിട്ട് നീക്കും, ഞാനുണ്ട് കൂടെ. തെറ്റെന്റെ തന്നെ. ഞാൻ ആദ്യം മുതലേ കുറെ കൂടി ശ്രദ്ധിക്കണമായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു. അതിന് കിട്ടിയ തിരിച്ചടിയായത്. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അക്ഷര. ഇതിനെക്കുറിച്ച് ചോദിക്കണം. ചോദിക്കാനുള്ള എന്ത് യോഗ്യതയാ വിശാല എനിക്കുള്ളത്? അതിനുള്ള അർഹത വേണ്ടേ? പണ്ട് ഞാൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ ദൈവം എനിക്കിപ്പോ തരുന്നേ. അതെങ്ങനെ പറയാൻ പറ്റും? അക്ഷരയ്ക്ക് അബദ്ധം പറ്റിയത് കല്യാണത്തിന് മുമ്പാ. ഇപ്പൊ ഡോക്ടർ ചെയ്യുന്നതോ കല്യാണത്തിന് ശേഷം. രണ്ടും രണ്ടല്ലേ? അറിയില്ല. അദ്ദേഹത്തിന്റെ ധാർമ്മികതയെ കുറിച്ച് ചോദിക്കുമ്പോ അത് ചോദിക്കാൻ നിനക്കെന്ത് ധാർമ്മികതയുണ്ടെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അടച്ചു മിണ്ടാതെ നിൽക്കാനല്ലേ എനിക്ക് പറ്റൂ. എന്നുവെച്ച് ഇതൊക്കെ കണ്ടിട്ടും കണ്ണടയ്ക്കണമെന്നാണ് അക്ഷര പറയുന്നത്. ഞാൻ കരുതിയത് ഡോക്ടർ നിരപരാധിയാണെന്നാ. ഡോക്ടർക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കില്ലെന്നാ. പക്ഷെ കുറച്ചു നേരം മുമ്പ് കണ്ട കാഴ്ച അതെന്റെ ധാരണകളെ മുഴുവൻ മാറ്റി. അക്ഷര, ഇതങ്ങനെ വിട്ടാ പറ്റില്ല. എന്റെ ഡാഡി പറ്റാവുന്ന തരത്തിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഡാഡിക്കൊരു പരിധിയില്ലേ? എനിക്കുണ്ട് എന്റേതായ പരിമിതികള്. അതുകൊണ്ടാ ഒരു തുറന്ന യുദ്ധത്തിന് ഞാൻ ഇതുവരെ തയ്യാറാവാതിരുന്നത്. പരസ്പരം ചേർന്നിറങ്ങി വരുന്ന ദൃശ്യം വിശാലും കണ്ടതല്ലേ? അത് കണ്ട ആർക്കെങ്കിലും തോന്നുമോ അവര് സുഹൃത്തുക്കൾ മാത്രമാണെന്ന്? വല്ലാത്തൊരടുപ്പ് അവര് തമ്മിലുണ്ട്. അത് സൗഹൃദമൊന്നും അല്ല വിശാൽ. അതിനപ്പുറത്തുള്ള ഏതോ ഒരു ബന്ധം അവർക്കിടയിലുള്ളത്. എന്ത് ബന്ധമാണെങ്കിലും ഡോക്ടർ അത് തുറന്നു പറയണം, അല്ലെങ്കിൽ പറയിപ്പിക്കും. അക്ഷരക്കല്ലേ ഇടപെടാൻ ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ ചോദിക്കാം. എന്തിന്? ചോദ്യം ചെയ്യാൻ വിശാൽ ആരാണെന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കും. അപ്പൊ എന്ത് ഉത്തരം പറയും? അതൊന്നും വേണ്ട വിശാൽ.
എനിക്ക് വേണ്ടി വിശാൽ ആരോടും ഒന്നും ചോദിക്കണ്ട. ഞാനത് സമ്മതിക്കില്ല. പിന്നെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? അറിയില്ല. ഇപ്പൊ തൽക്കാലം എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലും കാരണവശാൽ വിശാൽ ഈ പ്രശ്നത്തിൽ ഇടപെട്ടോന്ന് ഞാൻ അറിഞ്ഞ പിന്നെ ഒരിക്കലും വിശാൽ എന്നെ കാണില്ല. വിശാലെന്നല്ല, ആരും കാണില്ല. അല്ലെങ്കിൽ ജീവിതം മടുത്തിരിക്കാൻ എനിക്ക്. എന്നെ കൊണ്ട് അരുതാത്തതൊന്നും ചെയ്യിപ്പിക്കരുത്. നീ ഫാർമസിയിലോട്ട് പോയി മരുന്നൊന്ന് വാങ്ങണം. അപ്പോഴേക്കും ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. ഡോക്ടറിനെ ബ്ലഡ് റിസൾട്ട് ഒന്നുകൂടി കാണിക്കണമെന്നും പറഞ്ഞിരുന്നു. മാലിനി ചേച്ചി, നിങ്ങൾ ചെന്നോ. ദേവിക എന്താ ഇവിടെ? ഞാൻ അച്ഛന് മരുന്ന് വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. അച്ഛന്റെ മരുന്നോ? ആ, അതിന് അച്ഛൻ മരിച്ചില്ലേ? ഓ, ഭർത്താവിന്റെ അച്ഛൻ ആക്സിഡന്റ് ആയിരുന്നു. അതും കേട്ടു. കേരളത്തിന് പുറത്തായിരുന്നെങ്കിലും വിവരങ്ങളൊക്കെ അപ്പ അറിയുന്നുണ്ടായിരുന്നു ഞാൻ. ആ പ്രിയേ, ഇത് മാലിന്യ ചേച്ചി, എന്റെ അമ്മയുടെ ചേച്ചിയുടെ മോളാ. ഡോക്ടറാ, ഇപ്പൊ ഇവിടെയാ? അതെ. അല്ല, വന്നിട്ടെന്താ വിളിക്കാതിരുന്നേ? വിളിച്ചില്ല. കല്യാണം ഇല്ല. ഞാനിപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാ. അല്ലെങ്കിലും ആരാ ഒറ്റയ്ക്കല്ലാത്തത്? ദേവിക ഒറ്റയ്ക്കല്ലേ? പലരും ഒറ്റയ്ക്കാ. അതാ സുഖം. നോ റിലേഷൻസ്, നോ അറ്റാച്ച്മെന്റ്സ്. സുഖം. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. ചേച്ചി വരണം. വരാം. ഇന്ന് തന്നെ വരണം. ഇപ്പൊ ഞാനിവിടെ തിരക്കില്ല. ഞാൻ വെയിറ്റ് ചെയ്തോളാം. എത്ര കാലം കൂടിയാ കാണുന്നേ? എന്റെ കല്യാണത്തിന് പോലും ചേച്ചി വന്നില്ല. ഇന്ന് ചേച്ചിയും കൂട്ടിയേ ഞാൻ പോവും.